മൂക്കടപ്പ്, മൂക്കിലും തൊണ്ടയിലുമൊക്കെ കട്ടിയുള്ള കഫം വരിക, തലവേദന, മുഖത്തു ഭാരവും വേദനയും അനുഭവപ്പെടുക. ഇത്തരം രോഗലക്ഷണങ്ങളുള്ള സൈനസൈറ്റിസ് എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോ. ഞാൻ ഡോക്ടർ പെബിത, കോഴിക്കോട് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലെ ENT സർജനാണ്. OPയിൽ ജലദോഷവും മറ്റുമായിട്ട് ഇടയ്ക്കിടയ്ക്ക് വരുന്ന പേഷ്യൻസ് പറയുന്ന ഒരു കാര്യമാണ്, എനിക്ക് സൈനസിൻ്റെ അസുഖമാണ് ഡോക്ടറെ. ഈ സൈനസ് എന്നുള്ളത് ഒരു അസുഖത്തിൻ്റെ പേരല്ല, മറിച്ച് നമ്മുടെ മുഖത്തിരുവശവുമുള്ള വായു നിറഞ്ഞ അറകളുടെ പേരാണ്. ഈ സൈനസിൽ ഇൻഫെക്ഷൻ വരുന്നതിനെയാണ് സൈനസൈറ്റിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സൈനസൈറ്റിസിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് സൈനസൈറ്റിസ് ബാധിക്കുന്ന സൈനസുകൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് ആദ്യം മനസ്സിലാക്കാം. മുഖത്ത് ഇരുവശവുമുള്ള മാക്സിലറി സൈനസ്, പിന്നെ ഉള്ളത് നെറ്റിയുടെ മുകൾ ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഫ്രോണ്ടൽ സൈനസ്, മൂക്കിനും കണ്ണിനും ഇടയിലുമുള്ള എത്മോയിഡ് സൈനസ്, മൂക്കിൻ്റെ പിറകിലേക്കായിട്ട് സ്ഥിതി ചെയ്യുന്ന സ്ഫിനോയിഡ് സൈനസ്. അപ്പോൾ ഈ സൈനസുകളിൽ അണുബാധയുണ്ടാവുമ്പോഴാണ് സൈനസൈറ്റിസ് എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെയാണ് ഈ സൈനസുകളുടെ ഫങ്ഷൻ? നമ്മുടെ ശരീരത്തിൽ ഇത് എന്തിനാണ് ഉള്ളതെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. മൂക്കിലൂടെ ശ്വാസം എടുക്കുമ്പോൾ അതിനെ വെന്റിലേറ്റ് ചെയ്യുന്ന ഒരു ഫങ്ഷൻ ഈ സൈനസിനുണ്ട്. അതേപോലെ തന്നെ ഈ സൈനസിനകത്ത് വളരെ നേർത്ത ഒരു മ്യൂക്കസ് മെംബ്രെയിനും അതിൽ ഗോബ്ലറ്റ് സെൽസ് എന്ന് പറയുന്ന സെല്ലുകളുമുണ്ട്. ഈ ഗോബ്ലറ്റ് സെൽസിൽ നിന്നാണ് കഫം എന്ന് നമ്മൾ സാധാരണ പറയുന്ന മ്യൂക്കസ് സെക്രീഷൻ ഉണ്ടാവുന്നത്. ഇതാണ് മൂക്കിലെത്തി തൊണ്ടയുടെ പിന്നിലൂടെ നമുക്ക് എപ്പോഴും കഫം എന്ന് അനുഭവപ്പെടുന്നത്. അതേപോലെ തന്നെ തലയുടെ ഭാരം കുറയ്ക്കാനും പുറത്തു നിന്നുള്ള എൻവയോൺമെൻ്റൽ പൊല്യൂട്ടൻസ്, അതായത് അന്തരീക്ഷ മലിനീകരണം ഉണ്ടാക്കുന്ന പൊല്യൂട്ടൻസിനെയും ഒക്കെ പിടിച്ചു മാറ്റുന്ന ഫങ്ഷനും ഈ സൈനസിനകത്തുള്ള മ്യൂക്കസ് മെംബ്രെയിനുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ സൈനസൈറ്റിസ് ഉണ്ടാവുന്നത്? സാധാരണഗതിയിൽ സൈനസൈറ്റിസ് ഉണ്ടാവാൻ സാധ്യതയുള്ളത് കൂടുതലും അലർജിയുള്ള ആൾക്കാർക്കാണ്. അതേപോലെ ചെറിയൊരു ജലദോഷപ്പനിയായിട്ട് തുടങ്ങി അത് സൈനസിലെ അണുബാധയുണ്ടാക്കാം. ഒരു വൈറൽ സൈനസൈറ്റിസ് വരാം. അതേപോലെ തന്നെ സ്ട്രെപ്റ്റോകോക്കസ്, സ്റ്റാഫിലോകോക്കസ് തുടങ്ങിയ ബാക്ടീരിയകൾ ഉണ്ടാക്കുന്ന ബാക്ടീരിയൽ സൈനസൈറ്റിസും സാധാരണഗതിയിൽ കാണാറുണ്ട്. പുകവലി ശീലമുള്ളവർക്ക് സൈനസൈറ്റിസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അതേപോലെ മൂക്കിൻ്റെ പാല വളഞ്ഞിരിക്കുമ്പോഴും സൈനസൈറ്റിസിനുള്ള സാധ്യതയുണ്ടാകുന്നു. അന്തരീക്ഷ മലിനീകരണം കൂടുതലുള്ള സ്ഥലങ്ങളിൽ ജീവിക്കുന്ന ആളുകളിലും സൈനസൈറ്റിസ് കൂടുതലായിട്ട് കണ്ടുവരുന്നു. എന്താണ് ഈ രോഗത്തിൻ്റെ രോഗലക്ഷണങ്ങൾ? മുഖത്തിരുവശവുമുള്ള മാക്സിലറി സൈനസൈറ്റിസ് ആണ് നമുക്കുണ്ടാവുന്നതെങ്കിൽ മുഖത്തു വേദന അനുഭവപ്പെടാം. അതേപോലെ പല്ലുകൾക്കും വേദന തോന്നാം. പലപ്പോഴും ചില ആളുകൾ പല്ലുവേദനയാണെന്ന് തെറ്റിദ്ധരിച്ച് പല്ല് ഡോക്ടർമാരുടെ അടുക്കൽ എത്താറുണ്ട്. മൂക്കിൽ നിന്നും കട്ടിയുള്ള കഫം വരിക, സ്മെൽ അറിയാതിരിക്കുക തുടങ്ങിയവയൊക്കെ സൈനസൈറ്റിസിൻ്റെ രോഗലക്ഷണങ്ങളാണ്. നെറ്റിയുടെ മുകളിലുള്ള ഫ്രോണ്ടൽ സൈനസിലാണ് ഇൻഫെക്ഷൻ വരുന്നതെങ്കിൽ മുഖം കുനിക്കുമ്പോഴുള്ള ഭാരം, തലവേദന എന്നിവ രോഗിക്ക് അനുഭവപ്പെടും. ഇതോടൊപ്പം കഫത്തോടൊപ്പം രക്തം ചിലപ്പോഴൊക്കെ കാണാറുണ്ട്. സ്ഫിനോയിഡ് സൈനസൈറ്റിസിൽ ആണ് അണുബാധ വരുന്നതെങ്കിൽ തലയുടെ പുറകുഭാഗത്തായിട്ട് വേദന അനുഭവപ്പെടാം. അതുപോലെ എത്മോയിഡ് എന്ന സൈനസിലാണ് ഇൻഫെക്ഷൻ വരുന്നതെങ്കിൽ കണ്ണിന് ചുറ്റും വേദന, ദൂരോട്ട് നോക്കുമ്പോഴും കണ്ണനക്കുമ്പോഴുമൊക്കെ വേദനയൊക്കെ രോഗികൾ പറയാറുണ്ട് സാധാരണഗതിയിൽ. സൈനസിൽ അണുബാധ ഉണ്ടായ ശേഷം ഒരു 12 ആഴ്ചയോളം എടുത്ത് അത് മാറുന്നില്ലെങ്കിൽ അതിനെ ക്രോണിക് സൈനസൈറ്റിസ് എന്ന് പറയുന്നു. സാധാരണഗതിയിൽ ഒരു സൈനസിൽ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരാഴ്ചയോളം മരുന്നുകൾ കഴിച്ച് കഫം പോകാനുള്ള മാർഗങ്ങളും സ്വീകരിച്ചാൽ ഈ സൈനസൈറ്റിസുകൾ മാറാറുണ്ട്. ഇതിനെ അക്യൂട്ട് സൈനസൈറ്റിസ് എന്ന് പറയുന്നു. തുടർച്ചയായിട്ട് സൈനസൈറ്റിസുകൾ ഉണ്ടായിക്കഴിഞ്ഞ് ഇതൊരു ക്രോണിക് ഇൻഫെക്ഷനായി മാറിക്കഴിഞ്ഞാൽ ചിലപ്പോഴൊക്കെ മൂക്കിൽ ദശ വളർച്ച കാണാറുണ്ട്. ഇതിനെ ക്രോണിക് റൈനോസൈനസൈറ്റിസ് വിത്ത് നേസൽ പോളിപ്പ് എന്ന് പറയുന്നു. ഈ സൈനസൈറ്റിസിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് അലർജിയുടെ കൺട്രോളാണ്. അലർജി കൂടെ ശല്യം ചെയ്യുന്നവർക്കാണ് സൈനസൈറ്റിസിൻ്റെ രോഗലക്ഷണങ്ങളും കൂടുതലായിട്ട് കണ്ടുവരുന്നത്. നമ്മുടെ വീട്ടിൽ സാധാരണ കാണുന്ന ഹൗസ് ഡസ്റ്റ് ആണ് അലർജിക്കുള്ള ഒരു പ്രധാന കാരണം. നമ്മുടെ ബെഡ്ഷീറ്റ്, പില്ലോ കവർ, ബ്ലാങ്കറ്റ് തുടങ്ങിയവയൊക്കെ ചൂടുവെള്ളത്തിൽ തന്നെ കഴുകി ഉണക്കി വെയിലത്തിട്ട് ഉണക്കിയെടുക്കുക എന്നുള്ളത് അലർജിയുടെ കൺട്രോളിന് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതേപോലെ നമ്മുടെ വീടുകളിൽ മറ്റും പട്ടിയും പൂച്ചയും ഒക്കെ പെറ്റ്സായിട്ട് വളർത്തുന്നുണ്ടെങ്കിൽ അവയിൽ നിന്നുള്ളൊരു ആനിമൽ ഡാൻഡറും അലർജിക്ക് കാരണക്കാരാവാറുണ്ട്. അതുകൊണ്ട് അലർജിയുള്ള ആൾക്കാരാണെങ്കിൽ
നമ്മുടെ പെറ്റ്സിനെ ഒന്ന് ബെഡ്റൂമിൽ നിന്നെങ്കിലും മാറ്റി നിർത്തേണ്ടതാണ്. അലർജിയുടെ കൺട്രോൾ സൈനസൈറ്റിസിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അലർജിയുടെ ട്രീറ്റ്മെൻറ്റിനായിട്ട് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന നേസൽ സ്പ്രേസ് കൃത്യമായിട്ട് ഉപയോഗിക്കുക എന്നുള്ളത് സൈനസൈറ്റിസിനും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നേസൽ സ്പ്രേ ഉപയോഗിക്കുമ്പോൾ അത് കൃത്യമായ രീതിയിൽ തന്നെ ഉപയോഗിക്കുന്നുവെന്നും രോഗികൾ ഉറപ്പുവരുത്തണം. ഇങ്ങനെയാണ് സാധാരണ അലർജിക്ക് തരുന്ന നേസൽ സ്പ്രേ ബോട്ടിൽ ഉണ്ടാവുക. അപ്പോൾ വലത്തെ മൂക്കിലടിക്കാൻ ഇടത്തെ കയ്യിലാണ് ഈ നേസൽ സ്പ്രേ പിടിക്കേണ്ടത്. ക്യാപ്പ് ഒന്ന് മാറ്റി വലത്തെ കണ്ണിൻ്റെ ആംഗിളിലേക്ക് ഇതിൻ്റെ ഡയറക്ഷൻ ചെരിച്ചു വെച്ച ശേഷം 2 പ്രാവശ്യം പ്രസ് ചെയ്യാം. 2 പഫാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളതെങ്കിൽ ഇടത്തെ മൂക്കിലടിക്കാൻ അതേപോലെ വലത്തെ കയ്യിൽ പിടിക്കുക, സൈഡിലോട്ട് ചെരിച്ച് 2 പ്രാവശ്യം പ്രസ് ചെയ്യുക. സ്പ്രേ അടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ വലിക്കുന്നത് സ്പ്രേ വേസ്റ്റ് ആക്കുന്ന ഒരു രീതിയാണ്. പുകവലി ശീലവും അലർജി വല്ലാതെ കൂട്ടുന്ന ഒരു ഫാക്ടറാണ്. അതുകൊണ്ട് സ്വയം പുക വലിക്കാതിരിക്കുകയും സെക്കൻഡ് ഹാൻഡ് സ്മോക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി വളരെ പെട്ടെന്നുണ്ടായ അക്യൂട്ട് സൈനസൈറ്റിസ് ആണെങ്കിൽ മൂക്കിലൊഴിക്കുന്ന മരുന്നുകളും നമ്മൾ സാധാരണയായിട്ട് ചെയ്യുന്ന സ്റ്റീം ഇൻഹലേഷനും ബാക്ടീരിയൽ അണുബാധ എന്ന് ഡോക്ടർ കണ്ടെത്തി കഴിഞ്ഞാൽ ആൻറ്റിബയോട്ടിക്കുകളും ഉപയോഗിച്ചാൽ സൈനസൈറ്റിസ് വേഗം ഭേദപ്പെടുത്താം. കട്ടിയുള്ള കഫ മൂക്കിൽ നിന്ന് വരുന്നെങ്കിൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സലൈൻ വാഷ് ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തിയിരുന്നു. അതൊന്ന് പ്രത്യേകം കണ്ട് എങ്ങനെയാണ് നേസൽ വാഷ് ചെയ്യേണ്ടതെന്നും മനസ്സിലാക്കുക. ഈ സൈനസൈറ്റിസ് ഒരുപാട് തവണ വന്ന് ക്രോണിക് സൈനസൈറ്റിസ് എന്ന ഘട്ടത്തിലേക്ക് എത്തിയാൽ നമുക്ക് കൂടുതൽ ഇൻവെസ്റ്റിഗേഷൻസും ടെസ്റ്റുകളുമൊക്കെ വേണ്ടി വന്നേക്കാം. അതിൽ പ്രധാനമായിട്ടുമുള്ളത് മൂക്കിൽ എൻഡോസ്കോപ്പിയാണ്. ഡയഗ്നോസ്റ്റിക് നേസൽ എൻഡോസ്കോപ്പി എന്നാണ് ഈ ടെസ്റ്റിൻ്റെ പേര്. മൂക്കിൻ്റെ ഉള്ളിലെ ദ്വാരങ്ങളിലൂടെയൊക്കെ പോയി അവിടെ ഇൻഫെക്ഷൻ ഉണ്ടോ, പുതിയ ദശ അഥവാ പോളിപ്പ് നിറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ ഈ ഡയഗ്നോസ്റ്റിക് നേസൽ എൻഡോസ്കോപ്പിയിലൂടെ കണ്ടെടുക്കാം. അതേപോലെ മുഖത്തെ സൈനസുകളിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ കണ്ടുപിടിക്കാൻ CT സ്കാൻ, നോസ് ആൻഡ് PNS, ഇതാണ് നമ്മൾ ഈ ഒരു ആവശ്യത്തിന് വേണ്ടി എടുക്കുന്ന CT സ്കാനിൻ്റെ പേര്. ഇത്തരം ടെസ്റ്റുകൾ ചെയ്തു കഴിഞ്ഞാൽ മരുന്നുകൾ കൊണ്ട് വ്യത്യാസമില്ലാതെ വരുന്നുവെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഫങ്ഷണൽ എൻഡോസ്കോപ്പിക് സൈനസ് സർജറിയിലൂടെ നമുക്ക് ഈ ക്രോണിക് സൈനസൈറ്റിസിന് ഒരു പരിഹാരം കണ്ടെത്താം. അപ്പോൾ ഈ സൈനസൈറ്റിസ് എന്ന രോഗത്തെ സംബന്ധിച്ചിടത്തോളം അലർജിയുടെ കൺട്രോൾ പ്രധാനമാണ്, അന്തരീക്ഷ മലിനീകരണം പ്രധാനമാണ്, അതേപോലെ മൂക്കിൻ്റെ ഉള്ളിൽ പാലത്തിൻ്റെ വളവോ മറ്റെന്തെങ്കിലും ദശയോ ഉണ്ടോ എന്ന് നോക്കാനുള്ള ഡയഗ്നോസ്റ്റിക് നേസൽ എൻഡോസ്കോപ്പി, സൈനസിൻ്റെ ഉള്ളിൽ നടക്കുന്ന വ്യത്യാസം അറിയാനുള്ള CT സ്കാൻ തുടങ്ങിയവയൊക്കെ എടുക്കണം. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ.